ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്വിക്ക് സെയിൽ കാറ്റഗറി ഐറ്റംസ് ആണ് കാണിക്കുന്ന സാരീസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് 650 ഇപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഓഫറായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 490. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിലേക്ക് വന്നിട്ട് ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലേക്ക് വരും കേട്ടോ. ഒരു ഡിസൈൻസ്, സ്ക്വയർ ഡിസൈൻസ് വരും. ഈ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ പള്ളിയിലോ ഓഫീസ് വർക്കിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു തരം ഐറ്റംസാണ്. നമുക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. ചന്ദ്ര അതിൻ്റെ കളർ ഡിഫറൻസ് വരുന്നതാണ്. ഒരു ബ്ലൂ, പീച്ച് കളർ, ഗ്രേ, ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക്, എന്താ പറയുക, ഇതിനൊരു സ്പെഷ്യൽ കളർ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു കളറ് പിസ്ത ഗ്രീനും ലീഫ് ഗ്രീനും മിക്സിങ്ങിൽ വരുന്ന ഒരു കളറാണ്. ബ്ലൂ, ഒരു ടർക്കോയിഷ് ഗ്രീൻ കളർ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മഡ് കളറിലേക്ക് വന്നിട്ട് ഒരു ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് ചെറിയ ബുട്ട വർക്കോട് കൂടിയിട്ട് ബ്രൊക്കയിൽ ഇങ്ങനെ വരും. ബോഡി ഫുൾ ഓവറോൾ ഇങ്ങനെ വർക്ക് വരുന്നത്. സൈഡ് വഴി ഇങ്ങനെ ബോർഡർ വരുന്നു. നമുക്ക് എന്താ പറയുക, ഏത് ഒക്കേഷനെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഉടുക്കാൻ പറ്റിയ കണ്ട ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് കേട്ടോ. നമുക്ക് ചൂടൊന്നും എടുക്കില്ല. നമുക്ക് ഓഫീസ് വെയറിനൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ അതിന് തന്നെ വേറൊരു ഡിസൈൻ വരുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നത് ഒരു പിസ്ത ഗ്രീൻ. ഡിസൈനിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ഗ്രേ ആണോ, എന്താ ഒരു റെയർ കളർ, ഒരു പേസ്റ്റൽ കളർ തന്നെയാണ്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്താ പറയുക, ഇന്ന കളറിന് മെൻഷൻ ചെയ്യാൻ പറ്റാത്ത കളേഴ്സിനെയാണ് നമ്മൾ ഈ പേസ്റ്റൽ ഷെയ്ഡുകൾ എന്ന് തന്നെ പറയുന്നത്. ഇത് വരുമ്പോൾ ഒരു മെഹന്തി യെല്ലോൻ്റെ ഷെയ്ഡിലേക്ക് പോകും. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പർപ്പിൾ കളറിലേക്ക് വൈറ്റാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലൊരു യെല്ലോയിഷ് കളർ കൂടി മിക്സ് ചെയ്ത് നല്ല ഭംഗിയാണ്. അതിൻ്റെ സൈഡ് ബോർഡറിൽ കൂടെ വരുന്ന ഒരു ഫ്ലവർ ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് 490 കേട്ടോ. നമ്മുടെ ഇപ്പോൾ ക്വിക്ക് സെയിലാണ്, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിത് വാട്സപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വരുമ്പോൾ ഒരു ടർക്കോയിഷ് ഗ്രീൻ ആ കളറിലേക്ക് പോകും. പിസ്ത ഗ്രീൻ. നെക്സ്റ്റ് വൺ ഇതെല്ലാം സെയിം ഡിസൈൻസ് ആണ്, വേറെ കളറിൽ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെ, ഒരു ചിക്കും ഒരു ഡാർക്ക് മെഹന്തി പോലെ ഒരു കളറും കൂടി വന്നിട്ട് അതിൻ്റെ മുന്താണിയൊക്കെ വരുന്നു. ഇങ്ങനെ മുന്താണി ഇങ്ങനെ പോകുന്നു. വിത്ത് ബ്ലൗസ് തന്നെയാണ്. ബ്ലൗസ് ചെറിയൊരു സെൽഫ് ഡിസൈനോട് കൂടി വരുന്ന ബ്ലൗസാണ്. ഓവറോൾ ബോഡി ഇങ്ങനെ വർക്ക് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ വിത്ത് ബ്ലൗസിന് വേണ്ടിയിട്ട് മുറിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് എന്താ പറയുക, ഇതിലേതെങ്കിലും ഒരു പ്ലെയിൻ ബ്ലൗസ് 2x2 ഒരു പോളിക്കോട്ടനിലോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയും എലഗൻ ലുക്കിലേക്ക് പോകും. കോസ്റ്റ്ലി സാരിയുടെ ഫീലിങ്ങിലേക്ക് വരും കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ്. മുന്താണി ബോഡി പാർട്ട് ഓവറോൾ ഇങ്ങനെ വരും. നെക്സ്റ്റ് വൺ ഒരു പിസ്ത ഗ്രീൻ, അതിൻ്റെ തന്നെ കളർ ചേഞ്ച്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു യെല്ലോ കളർ, ഒരു മസ്റ്റർഡിലും നല്ല ഒരു ബ്രൈറ്റ് ആയിട്ട് അടിപൊളി കളറാണ്. ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. ഓവറോൾ ബോഡിയിലേക്ക് ഫ്ലവർ വരുന്നു. മുന്താണി ഇങ്ങനെ പോകുന്നു. വിത്ത് ബ്ലൗസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നിങ്ങളൊരു പ്ലെയിൻ ബ്ലൗസ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ്ലി സാരിയുടെ ഫീലിങ്ങിലേക്ക് തന്നെ പോകും. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ബുട്ട വർക്കോട് കൂടിയിട്ടാണ്. സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓഫീസ് യൂസിനൊക്കെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഇതിൻ്റെ കളേഴ്സ് വരുമ്പോൾ നെക്സ്റ്റ് വൺ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും. നെക്സ്റ്റ് വൺ പീച്ച്, ഓറഞ്ച്.
പിന്നെ 4 കളേഴ്സാണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നത് ഒരു ഗ്രീൻ കളറാണ്. അതിലേക്ക് എന്താ പറയുക, ഒരു നല്ല ഡിസൈൻസ്, നല്ലൊരു ഡിസൈൻസ് ആണ്. വെറൈറ്റി ആണ് കേട്ടോ, വെറൈറ്റി ഡിസൈനാണ്. അതുപോലെ തന്നെ പോൾഗ ഡോട്ടിൻ്റെ ബ്ലൗസ് പീസ് വരും. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് 3-4 കളേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ വന്നത് ഒരു മഡ് കളറ്, മൗ കളർ അങ്ങനെയൊക്കെ പറയാം, അങ്ങനത്തെ ഒരു റെയർ കളറാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്രേയും അല്ല എന്ന ഒരു ചിക്കുവല, റെയർ ഒരു കോമ്പിനേഷൻ തന്നെയാണിത്. ഫസ്റ്റ് വൺ കണ്ട ഗ്രീൻ ആണ് അങ്ങനത്തെ വരുന്നത്. ഇതെല്ലാം ഡിസൈൻസ് ഓവറോൾ ഒരുപോലെ തന്നെ വരും, കളർ ഡിഫറൻസ് മാത്രം കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു യെല്ലോ മിക്സിങ് ആയിട്ടുള്ള ഒരു റെയർ കളർ തന്നെ, അങ്ങനെ തന്നെ പറയാം. കാരണം കളർ നോക്കി, ഡിസൈൻസ് നോക്കി, വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ. ഒരു സ്ക്വയർ ആൻഡ് റൗണ്ട് ഒക്കെ വന്നിട്ട് അതിന് ബോഡിയിൽ ഫുൾ ബോഡി അങ്ങനെ വരും. മുന്താണി നോക്കി, പോൾഗ ഡോട്ട് പോലത്തെ ബ്ലൗസ്, ഫുൾ ബോഡി ഇങ്ങനെ. അതിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ കളർ. ഇതൊക്കെ എന്താ പറയുക നിങ്ങളോട്, ഇതൊക്കെ റെയർ കളർ, എനിക്ക് എക്സാക്റ്റ് കളർ എന്താണെന്ന് പറയാൻ പറ്റാത്ത മാതിരിയുള്ള വെറൈറ്റി കളേഴ്സാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂമിലേക്ക് ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു ലീഫ് ഡിസൈനാണ് വരുന്നത്. കൂട്ടത്തിൽ കൂടെ ഒരു മെഹന്തി കളറിൽ വരുന്ന ലീഫ്, അങ്ങനെ മിക്സിങ് ആയിട്ടാണ് വരുന്നത്. മുന്താണി ആയാലും അത്യാവശ്യം റിച്ച് മുന്താണി തന്നെ. ഓവറോൾ ബോഡി ഇങ്ങനെ വരും. ബ്ലൗസ് ഇതിൻ്റെ വരുന്നത് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് കൈമേലേക്ക് ഇങ്ങനെ ബോർഡർ വരും കേട്ടോ. ഇതിൻ്റെ പ്രൈസാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നമുക്ക് 490 വരുന്നുള്ളൂ. നമ്മുടെ ക്വിക്ക് സെയിലാണ്. എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് വന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ, ലാവണ്ടറും അല്ല പിങ്കും അല്ല, അങ്ങനെ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ലൈറ്റ് കളറാണ്. അതിൻ്റെ ബ്ലൗസ് വരുന്നത് പോൾഗ ഡോട്ട്, റൗണ്ട് സ്റ്റിച്ച് ഇങ്ങനെ വരും, റൗണ്ടിലായിട്ട് കേട്ടോ. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് യെല്ലോ എന്ന് വെച്ചാൽ, അയ്യോ അതൊക്കെ എത്ര ഭംഗിയാന്ന് നോക്കിയേ. പൈസയിലും കൂടുതൽ പേർത്ത് തോന്നിക്കുന്ന ഒരു ഐറ്റമാണേ. അവിടെ ചുങ്കടീസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. എൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും, ഓരോ ബോഡിയിലേക്ക് ഇങ്ങനെ വരും. അതിൻ്റെ കളർ തന്നെ ഡിസൈൻസിൽ ഡിഫറൻസ് വരും. ഒരു ലൈറ്റ് എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാൻഡിൽ കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളറിലേക്ക് പോകും. അതിനകത്ത് ഒരു യെല്ലോയും ഓറഞ്ചൊക്കെ മിക്സിങ് ആയിട്ട് ഒരു റെയർ കളറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ്, ഇത് വരും ബോഡിയിൽ ഇങ്ങനെ. ഇതിനകത്തൊരു മൗ കളറ്, ബ്രൗൺ കളറ്, അയ്യോ ഇതെന്താ പറയുക, ഒരു മാർബിൾ ഡിസൈൻ പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻസാണ്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വന്നിട്ട് സൈഡ് വഴി നമുക്ക് റിബൺ ബോർഡർ പോകുന്നുണ്ട് കേട്ടോ. റിബൺ ബോർഡർ എന്താ പറയുക, വളരെ ചെറുതായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എഗെയിൻ ഞാൻ പറയുകയാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. എൻ്റെ വേറൊരു കളറാണ്. അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഫ്ലവർ വൈസിൽ, അതായത് ബോഡിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മാർബിൾ ഡിസൈൻ പോലെ വന്നിട്ട് അതുമ്മയാണ് ഈ ഫ്ലവറുകൾ വന്നേക്കുന്നത്. സൈഡ് വഴി ഇങ്ങനെ ഒരു 6 ആക്ക് പോലെയും റിബൺ ബോർഡറും വരുന്നുണ്ട്.
അപ്പോൾ ഏകയും പറയുകയാണ് ഇത് നമ്മുടെ ക്വിക്ക് സെയിലാണ്. അതായത് 650 രൂപ റേഞ്ച് വരുന്ന ഐറ്റം നമുക്ക് 490 രൂപയ്ക്ക് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇത് വരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി.